കാണുന്നുണ്ടല്ലോ സ്വർണ്ണത്തിന് ദൂരെ വെച്ച് കണ്ടോ? എന്റെ പൊന്നിയായിട്ട് ഇത്ര അകലുള്ളൂന്ന്. അപ്പൊ അതല്ല മലയാളത്തിലേ പറഞ്ഞത്. ചേട്ടന്റെ എന്റെ ഈ ഞാൻ ഇവിടെ വണ്ടിയിൽ നിൽക്കുന്നു. 5 അടി ദൂരേ ഉള്ളൂ. ഇത്ര അകലുള്ളൂ വണ്ടി സാധനം. ഫോറസ്റ്റുകാരനില്ല, നമ്മളെ ജീവിക്കണം. ഒലിപ്പാറയിലൊക്കെ പറഞ്ഞ കഥ നിങ്ങൾ നേരം വെളുത്തിട്ട് പോയാൽ ആന വരും, പുലി വരും, ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ട്. ഏത് സൈഡിൽ? നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പനംകുറ്റിയിൽ, അതായത് പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ പനംകുറ്റിയിലാണ്. ഇന്നത്തെ ഇവിടെ ചർച്ച വലിയൊരു ഭീതിയിലാണ് ഇവിടുത്തെ ആളുകൾ. അതായത് നമ്മൾ കണ്ടു, ഒരു ചർച്ച കണ്ടു, എല്ലാവരും സംസാരിക്കുന്നത് പുലിയെക്കുറിച്ചുള്ള ഭീതിയിലാണ്. ഈ പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളിലായിട്ട് പലയിടങ്ങളിൽ പുലിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല, തൃശ്ശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ കുതിരാനിലും കണ്ടതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അവിടെ പ്രദേശത്തിൽ പട്ടികളെ കടിച്ചു കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കണ്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഇവിടെ ഈ ഒരു പുലി എന്നുള്ളത് മാത്രമല്ല, വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുലി എന്നത് നമുക്ക് ആളുകളുടെ ഉള്ളിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. മറ്റുള്ള ജീവികളെ പോലെയല്ല. നേരിട്ട് കണ്ടൊരു ചേട്ടൻ നമ്മുടെ അടുത്തുണ്ട്. ചേട്ടാ നമസ്കാരം, എന്താ പേര്? എൻ്റെ പേര് കരീമു. എന്താണ് കണ്ടത് ഒന്ന്? ഞാൻ വെളുപ്പിന് 5:30 ഇവിടുന്ന് വെട്ടാൻ ടാപ്പിങ്ങിന് വേണ്ടി ചോന്നമണിലേക്ക് പോകുന്ന ടൈമിലാണ് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കഷ്ടിയുള്ളൂ ഒരു ക്രഷറുണ്ട്. ആ ക്രഷറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ പുലി എൻ്റെ വാഹനത്തിന് നേരെ, 2 വീലറിൻ്റെ നേരെ ഫ്രണ്ട് വന്ന് ചാടിയിട്ട് ഇങ്ങനെ ഒരു 2 സെക്കൻഡ് നേരമാണ് നിന്നിട്ട് അങ്ങനെ തിരിച്ചങ്ങോട്ട് പോയി. പുലിയാണെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിമാനാണെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് കാറിൻ്റെ ഉള്ളിൽ നിന്ന് കയറി ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് വാല് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പുലിയാണല്ലോ. പിന്നെ എനിക്ക് അങ്ങോട്ടും മാറാൻ പാടില്ല, ഇങ്ങോട്ടും മാറാം. റോഡിന് 2 സൈഡ് ഭയങ്കര കാടും ഭയങ്കര കുന്നുമാണ്. ഒരു മനുഷ്യനെ വിളിച്ചാൽ പോലും ആ സമയത്ത് നമുക്ക് കിട്ടാൻ വഴിയില്ല. കാരണം പറഞ്ഞാൽ നമ്മൾ പകുതി ജീവൻ കൊണ്ടാണ് അവിടുന്ന് എൻ്റെ ഭാര്യയെ ഞാനും കൂടി അവിടുന്ന് പോയത്. ആ അവസ്ഥയിലായിരുന്നു. പുലിയാന്നുള്ളത് അറിഞ്ഞോടുകൂടി നമ്മുടെ പകുതി ജീവൻ പോയി. ആ ഒരു സമയത്ത് നിരവധി ആളുകൾ ടാപ്പിങ്ങിന് പോകുന്ന ടൈമാണ്. അതെ അതെ. പക്ഷെ ഞങ്ങൾ പറഞ്ഞ ടൈമിൽ ആളാ മനുഷ്യനില്ല. പിന്നെ അവിടുന്ന് ഒരു 10-15 മിനിറ്റ് വണ്ടി കൊണ്ട് പോയപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് ടാപ്പിങ്ങിന് വരണ്ടായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോൻ്റെ ഒരു കടയുണ്ട് ഇവിടെ, അവിടെ പോയിട്ട് വിവരം പറയണമെന്ന് പറഞ്ഞു. അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ശരിക്കും പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. കാരണം മറ്റുള്ളവർക്ക് നമുക്ക് വന്ന ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് വരുത്തരുത്. അതുകൊണ്ടാണ് പറയുക, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളല്ലേ. അപ്പോൾ അവരോട് പറഞ്ഞാൽ വിട്ടു. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നു. പിന്നെ ഈ പുലിയുടെ അല്ലാണ്ട് മറ്റു മൃഗങ്ങളുടെ വേറെ മ്ലാവ്, അതുപോലെ പന്നി, അതുപോലെ കേഴ, ഇതിനൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ സൂചനകൾ പ്രദേശവാസികൾ, അവിടെ ലൈറ്റ് ഉണ്ട്, അതൊന്നും ശാശ്വതമല്ല. കാരണം പ്രവർത്തിക്കുന്നില്ല. മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഇലക്ട്രിക് പ്രവർത്തകരകത്തുമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ, ഒറ്റപ്പെട്ട ഏരിയയാണ്. അവിടെ മനുഷ്യവാസം ഇല്ല, ഫോറസ്റ്റിനോട് ചേർന്നാണ്. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. ഈ മുമ്പ് അവിടെ ഇതൊക്കെ പ്രവർത്തിച്ചിരുന്നോ? ലൈറ്റ് ആന ഇറങ്ങിയപ്പോ അവര് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, 1-2 കത്തുന്നുള്ളൂ, ബാക്കിയൊക്കെ പോയി. അതുപോലെ ഫെൻസിങ് സംവിധാനങ്ങൾ എന്തെങ്കിലും? അതൊക്കെ അവര് ആ ഫോറസ്റ്റിന്റെ അവിടെ നിന്ന് ആ സൈഡ് മാത്രം ഫെൻസിങ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടുള്ളതൊക്കെ പോയി കിടക്കുക. നമ്മൾ ഈ കുട്ടികളൊക്കെ ഒരുപാട് ഈ ഏരിയകളിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ വീടിന്റെ മുറ്റത്ത് പോലും കളിക്കാൻ വിടാത്ത സാഹചര്യമാണ്. എന്താണ്? ശരിയാണ്. ഈ പുലിയുടെയും പന്നിയുടെയും ആനയുടെയും ശല്യമാണ് ഈ പനംകുറ്റി ഏരിയ മൊത്തം. ഇപ്പൊ എന്ത് മാർഗമാണ് സ്വീകരിക്കാൻ കഴിയുക? ഫോറസ്റ്റുകാരോട് പറയാമല്ലോ. ഫോറസ്റ്റുകാരല്ലേ നമുക്ക് സുരക്ഷിതം തരേണ്ടത്. ഇന്നലെ രാവിലെ ഞങ്ങൾ കണ്ടാൽ 5 പന്നിനെ കണ്ടു. പണിക്ക് പോയ സമയം 8 മണിക്കാണ് ഞങ്ങൾ പന്നിനെ കണ്ടത്. ആ 5 പന്നി ഒന്നിച്ച് റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ സമീപത്ത് തന്നെയല്ലേ ഒരു പന്നി കിണറ്റിൽ വീഴും. അങ്ങനെ ഒരാഴ്ച പോലും ആയിട്ടില്ല ലവണപ്പടം കോളനിയിൽ ഒരു കിണറ്റ് വീണ്ടും ഒരു പന്നി എത്തിപ്പോയത്. ഫോറസ്റ്റുകാർ വന്ന് കണ്ടു, പന്നിനെ എടുത്തുകൊണ്ട് പോയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കണ്ടർ മൂടിക്കൊള്ളാൻ പറഞ്ഞു. ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം? വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, പന്നികൾ ഇഷ്ടംപോലെ വരാറുണ്ട്, ബൈക്കിൽ വന്നിടിക്കാറുണ്ട്. ഈ പുലിയുടെ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന നമുക്ക് വിഷമാണല്ലോ. പുലി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജന്തുക്കളമാരി ഉപദ്രവകാരിയാണ്. അതെ, ഉപദ്രവകാരിയാണല്ലോ. അപ്പോൾ അങ്ങനെ എപ്പോഴും കാണാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ കരുതേള വന്ന് ആന വന്ന് തെങ്ങ് മറിച്ചിട്ട് വെച്ച് പോയി.
അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ചെറിയൊരു ഗ്രാമമാണ്, നമുക്ക് കണ്ടാലറിയാം. കുറച്ച് കടകളും അതുപോലെ തന്നെ ചെറിയ വീടുകളൊക്കെ ആയിട്ടുള്ള പ്രദേശമാണ്. ഇന്നത്തെ ഇവിടുത്തെ ചർച്ച പുലി ഇറങ്ങിയതാണ്. എന്തായാലും ഈ ഒരു വാർത്ത കാര്യഗൗരവത്തിലെടുത്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം. നമ്മൾ പലപ്പോഴേ പല വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പല ഭാഗങ്ങളിൽ ഫെൻസിങ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നാൽ കാട്ടിലെ മൃഗങ്ങൾക്ക് കൊടുക്കുന്നൊരു സുരക്ഷിതത്വം അതിലും കൂടുതൽ പ്രാധാന്യം മനുഷ്യർക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. പലപ്പോഴും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ പനംകുറ്റിയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ പനംകുറ്റി എന്ന സ്ഥലത്തെ ചർച്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ചർച്ചയെന്നല്ല, ഇവരൊക്കെ ഭീതിയിലാണ്. നമുക്കിവിടെ കണ്ടറിയാം, ഇവരുടെ സംസാരം മുഴുവൻ ഉള്ളിൽ ഭീതി നിറഞ്ഞിട്ടാണ്. ഇവിടെ കൊച്ചുകുട്ടികൾ അതുപോലെ തന്നെ നിരവധി ജനവാസ മേഖലയാണ് ഈ ഒരു സ്ഥലം. നമുക്കെന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പുലി ഇറങ്ങിയ ഭാഗം കൂടി ഒന്ന് കാണാം. നമ്മളിപ്പോൾ വേഗം കണ്ട, അതായത് പുലിയെ കണ്ട സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അതായത് കാടിനോട് ചേർന്നൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ നിരന്തരം ആളുകൾ പനംകുറ്റി, വാൽക്കുളമ്പ്, അതുപോലെ കൊളകര, പാത്രക്കണ്ടം ഭാഗത്തു നിന്ന് ആളുകൾ തൃശ്ശൂർ ദിശയിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴി, അതായത് ഏറ്റവും ഷോർട്ട് കട്ടായിട്ടുള്ളൊരു വഴി കൂടിയാണിത്. ശരിക്കും ഇവിടെയൊക്കെ ഒരു നല്ല, ഈ റോഡിന് രണ്ട് സൈഡിലും ഫെൻസിങ് സംവിധാനം കൊണ്ടുവന്നാലാണ് സുരക്ഷിതമായിട്ടൊരു യാത്ര ഉറപ്പാക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതിന് വേണ്ട ഒരു നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. ഈ ഒരു പ്രദേശം മാത്രമല്ല, ജനവാസ മേഖലയുടെ എല്ലാവിടെയും ശക്തമായൊരു ഫെൻസിങ് സംവിധാനം വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ഈ പകൽ പോകുമ്പോൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. രണ്ട് സൈഡും കാട് പിടിച്ച് കിടക്കുകയാണ്. പെട്ടെന്നൊരു ആനയോ അതുപോലെ മറ്റു മൃഗങ്ങളോ തൊട്ടപ്പുറത്ത് വന്ന് നിന്നാൽ കാണാൻ കഴിയാത്ത തരത്തിലാണ് ഇരുഭാഗത്തും ഇവിടെ കാട് പിടിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കാട് വീശുന്നതിനും മറ്റും ഒരു സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ വലിയൊരു ദോഷത്തിലേക്ക് പോകും. ഈ ഒരു പ്രദേശത്താണ് കാലത്ത് പുലിയെ കണ്ടത്. നമ്മളിപ്പം ചേട്ടനുണ്ട്. ചേട്ടാ, ഈ തൊട്ടടുത്ത് കണ്ടു എന്ന് പറയുന്ന പ്രദേശം ഇതാണോ? ഇതന്നെ. കാരണം പറഞ്ഞാൽ ഈ കാറിന്റെ ഇവിടുന്ന് എടുത്തും കൂടി ചാട് കയറുന്ന റോഡിലേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഏതാണ്ട് ഒരു 5 മീറ്റർ കഷ്ടിയുള്ളൂ. ഞാനും ഈ പുലിയും തമ്മിൽ വന്ന് നിന്ന് ഈ കയറ്റം കയറി പറഞ്ഞ ടൈമിലാണ് സാധനത്തിനെ കാണുന്നത്. എനിക്ക് അങ്ങോട്ടും പോകാൻ പാടില്ല ഇങ്ങോട്ടും പോകാൻ പാടില്ലാത്ത അവസ്ഥയിലങ്ങനെ നിൽക്കുകയാണ്. കാരണം പറഞ്ഞാൽ ഇവിടെ വെളിച്ചമില്ല, രണ്ടുപാട് ഭയങ്കരമായ. സമയം എത്രയായിരുന്നു? 5:30. കാരണം പറഞ്ഞാൽ ഇതിൽ ആ സമയത്ത് ഇഷ്ടം പോലെ ട്രാഫിക്കാർ പോകുന്ന ടൈമാണ്. ഞങ്ങൾ പറഞ്ഞ ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതായിരുന്നു ആരും വിളിച്ചാലും കിട്ടില്ല, അടുത്തൊരു വീടുകളും ഇല്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. രണ്ട് സൈഡും ഈ കണ്ടില്ല ഭയങ്കരമായ കാടും അതുപോലെ തന്നെ ഭയങ്കരമായ കയറ്റമാണ്. ഈ കയറ്റത്തിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് സംഭവിച്ച് ഇരിക്കുന്നത്. അത് കണ്ടോടുകൂടി ഞങ്ങളുടെ പകുതി ജീവൻ പോയി. കാരണം പറഞ്ഞാൽ പുലിയാണെന്നുള്ളത് ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു, ഞാനും വൈഫും വിചാരിച്ചു പെട്ടെന്ന് പുള്ളി മറ്റേ മാനാണെന്ന് വിചാരിച്ചു, പുള്ളിമാനാണെന്ന്. പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് തോന്നുന്നത് ഇത് പുലിയാണെന്നുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പേടിച്ച് വിറച്ച് വേഗം വണ്ടി കിട്ടാവുന്ന സ്പീഡിൽ കൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ സാധനം വേഗം തിരിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. ഒരു 2 സെക്കൻഡ് ഞങ്ങളുടെ വണ്ടീൻ്റെ മുന്നിൽ നിന്നു. പക്ഷേ ഒന്നും ചെയ്തൊന്നുമില്ല. നേരെ വണ്ടിയിലേക്ക് നോക്കി നിന്നു. അങ്ങനെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി. ഇവിടെ നമുക്ക് സംസാരിക്കാനോ വിളിക്കാനോ അയൽവക്കത്തെ ഒരു വീടുമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ലാത്ത വിജനമായ ഈ ഭയങ്കര 2 സൈഡ് ഭയങ്കര കാടും ഭയങ്കര പ്രശ്നങ്ങളുമാണ്. ഇവിടെ ഞങ്ങൾ മിക്കവാറും പോണ സമയത്ത് ഇവിടെ മാനുണ്ടാവും, അതുപോലെ ബ്ലാവ് ഉണ്ടാവും, പന്നി. ആനേനെ മാത്രമേ ഇതുവരെ കണ്ടിട്ടില്ല. ആന ഇറങ്ങുന്ന സ്ഥലമാണ്, പക്ഷേ ഈ വ്യവസ്ഥയൊക്കെ ഇറങ്ങിയിട്ടില്ല. അവിടെ പൈനാപ്പിൾ കൃഷി തുടങ്ങുമ്പോൾ ഇനി അവിടെ പൈനാപ്പിൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആന വരെ ഉറപ്പാണ്. അതുകൊണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ജീവിക്കണ്ട, അതുപോലെ അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആൾക്കാർ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റുകാരോ പോലീസുകാരോ അല്ലെങ്കിൽ സർക്കാരോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. കാരണം പറഞ്ഞാൽ ഇതിൽ 2 നേരവും ഇതിലെ ജനങ്ങൾ ഇവിടെ ഇതിൽ യാത്ര ചെയ്തിട്ട് പല തൊഴിലും പോണ വഴിയാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു പുലിയുടെ മുമ്പിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ട ഒരു ചേട്ടനാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അതായത് ആ ചേട്ടൻ ഇത്രയധികം വെളിപ്പെടുത്തുന്നത്
മറ്റാർക്കും ഈ ഒരു ഗതികേട് വരരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വരരുത് എന്നുള്ളൊരു മനസ്സുകൊണ്ട് മാത്രമാണ് ഈ ചേട്ടൻ ഇത്രയധികം വിശദീകരിച്ചത്. കാരണം പലപ്പോഴും പലരും ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നില്ല. അയ്യോ ഞാൻ പറഞ്ഞാൽ എന്താവും അങ്ങനെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുതിരാൻ ഭാഗത്ത്, അതുപോലെ തന്നെ ആ കാടുകളുടെ പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ പുലി വന്നു, അതേപോലെ പട്ടികളെ കൊണ്ടുവന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് കാണുന്നവർ നടപടികളും സ്വീകരിക്കുക. മേരിയിൽ നിന്നും വാൽക്കുളമ്പ് പോകുന്നൊരു പ്രധാന വഴി, അതല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ട് പോകുന്നൊരു വഴി, ഇതാണ് വൈദ്യുതി തൂണ്. ആളുകൾ പറഞ്ഞത് ഇത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ. ഇതുപോലെ നിരവധി സോളാറിൻ്റെ തൂണുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ലൈറ്റ് കത്തുന്നതിനായിട്ട്. അപ്പോൾ ഇത് പലതും വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ഈ ഒരു നമ്മുടെ ദൃശ്യത്തിൽ കാണുന്ന പ്രദേശമാണ് ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്നത്. ഇതിൻ്റെ മലയുടെ താഴ്വാരത്തിലൊക്കെ തന്നെ വീടുകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്താണ് പുലിയെ കണ്ടത്. അപ്പോൾ ഇവിടെ വേണ്ട സജ്ജീകരണങ്ങൾ ഒതുക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. അധികാരികൾ കണ്ണും കാതും തുറന്നുകൊണ്ട്, നമ്മുടെ ജനപ്രതിനിധികൾ, അധികാരികൾ എല്ലാവരും തന്നെ ഇതിനു വേണ്ട ഒരു നടപടികൾ സ്വീകരിക്കണം. പുലി ഭീതി പടർത്തിയ പനംകുറ്റി പ്രദേശത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക. കാരണം നമുക്ക് കാട് വേണം, മൃഗങ്ങൾ വേണം, അതുപോലെ തന്നെ അതിലും വിലപിടിപ്പുള്ളതാണ് ഓരോ മനുഷ്യ ജീവിതവും. സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ഒരു അവകാശം മനുഷ്യന് വേണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ട ഒരു ശക്തമായ സംവിധാനം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരണം. അടിയന്തരമായി പനംകുറ്റി, അതായത് നമ്മുടെ മേരിഗിരി നാഷണൽ ഹൈവേ ദേശീയപാതയിൽ നിന്നും നമ്മൾ കണ്ടു, കാണാനൊക്കെ മനോഹരമായ കാഴ്ചയാണ്. പക്ഷേ ഇതിൽ പോകുന്ന ആളുകൾ ഭയത്തോടു കൂടിയാണ്. ഇതിന് മുമ്പ്, കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെയ്യുന്നത് ഇതൊരു വ്യൂ പോയിൻ്റ് ആളുകളെ കാണാൻ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ ആളുകളുടെ ഒരു ഭയപ്പാടിനെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഇത് കാണുന്ന അധികാരികൾ വേണ്ട നടപടി ഉടൻ തന്നെ സ്വീകരിക്കുക. മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക. അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ.